PR വസന്തനെതിരെ നടപടിയുണ്ടായിരുന്നു. നേരത്തെ സ്കൂളിലെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട നടപടിയുണ്ടായിരുന്നു. ആ നടപടിയിൽ പാർട്ടിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനെ പിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. ഈ വിഷയത്തിൽ PR വസന്തനെതിരെ അച്ചടക്ക നടപടി എടുക്കണമെന്നുള്ള ആഹ്വാനമുണ്ടായി. തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് PR വസന്തന് അവിടെ കാര്യമായി പ്രവർത്തിച്ചില്ല എന്നതിന് പേരിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന അവസ്ഥയുണ്ടായി. G. സുധാകരൻ ആലപ്പുഴയിൽ വരുന്ന സമയത്ത് TJ ആഞ്ചലോസുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന വലിയ ചർച്ചാ വിഷയമാവുന്ന സാഹചര്യമുണ്ടായി. ഇതൊന്നും അടിസ്ഥാനമായി പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലല്ല, പകരം ഭരണപരമായ സ്വാധീനം ആർക്ക് പ്രാദേശിക ഘടകത്തിൽ എന്നത് ഉറപ്പിക്കാൻ ചില പ്രാദേശിക നേതാക്കൾ നടത്തുന്ന ശ്രമമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. അത് ആ അർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഗുണകരമായ ഒന്നായിരിക്കില്ല എന്നത് തീർച്ചയാണ്. പക്ഷേ ഈ സമ്മേളന കാലയളവിൽ ഉണ്ടാകുന്ന പൊട്ടലും ചീറ്റലും ഈ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് പാർട്ടി പരിഹരിച്ചു പോകലാണ് പതിവ്. ഇക്കൊല്ലവും അത് തന്നെ സംഭവിക്കും. അതിന് വ്യത്യസ്തമായി വലിയ പ്രഹരശേഷി ഏൽപ്പിക്കാൻ പറ്റിയ നേതാക്കന്മാരൊന്നും ഈ വിഭാഗീയതയ്ക്ക് പ്രാദേശികമായി വലിയ പിന്തുണ നൽകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.